നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കണം. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിൽ നിന്നും റെസനേറ്റ് എനർജി കണക്റ്റഡ് ആകുന്നത്. കൂടാതെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക. കാരണം നിങ്ങൾക്കൊരിക്കലും ഇതിനകത്ത് ഒരു എനർജിയും കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, നിങ്ങളിലേക്ക് ഒരു ബാഡ് കർമ്മ എനർജി കണക്റ്റഡ് ആകുവാൻ ഒരിക്കലും നിങ്ങൾ ഇടവരുത്താതിരിക്കാനും ശ്രമിക്കുക. അപ്പം ഈ ഒരു എനർജിയും കണക്റ്റഡ് ആകുന്നില്ല, പ്ലസ് ടാരോ റീഡിങ്സിൽ വിശ്വാസവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക. കാരണം നിങ്ങളിലേക്ക് വരേണ്ട ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഡിവൈൻ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഇതൊരു ഡിവൈൻ മെസ്സേജ് ആണ്, ഗൈഡൻസ് ആണ്. നമ്മളുടെ ബ്ലോക്കേജുകളെയും നെഗറ്റിവിറ്റികളെയും നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെയും എല്ലാം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് നൽകുന്ന ഒരു എനർജിയാണ് ടാരോ റീഡിങ്സുകൾ. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. വരാഹി മന്ത്രം നൈറ്റ് മാത്രം ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്, അത് ആ രീതിയിൽ ഉപയോഗിക്കുക. കൂടാതെ ഒരു പ്രാർത്ഥന പോലെ കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്ലോക്കേജുകൾ മാറാനും നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി മാത്രം ചൂസ് ചെയ്യേണ്ട ഒന്നാണ് വരാഹി മന്ത്രം. മണി അഫർമേഷൻസ് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാൻ, ഒന്നിലധികം മാർഗങ്ങളിലൂടെ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് നേടാനുമുള്ള ഒരു മാർഗമാണ് മണി അഫർമേഷൻസ്. അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൊല്ലുക. അത് എപ്പോഴും നിങ്ങൾക്കൊരു പ്രാർത്ഥന പോലെ ചൊല്ലിക്കൊണ്ട് നടക്കുന്നതും പോസിറ്റീവായിരിക്കും. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ദ എംബറർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെയധികമുള്ള ഒരു പവർഫുള്ളുള്ള ഒരു എനർജിയുള്ള ദിവസം, അതായത് ഒരു സ്ട്രോങ് ആയ ഒരു സിറ്റുവേഷൻസ് ആണ്. കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആക്ഷൻ കാർഡാണ്. നിങ്ങൾക്ക് എന്തു കാര്യത്തിനും ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ധൈര്യമുണ്ട്. അതായത് നിങ്ങളൊന്നും പകച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ കുറവുള്ള പേഴ്സണാലിറ്റിയോട് കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റാണ്. അതായത് വരുന്നത് വരട്ടെ, എന്തിനേയും നേരിടാനുള്ള ഒരു മനഃശക്തി, അതായത് ഒരു മെച്യൂരിറ്റി നിങ്ങളിൽ കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ, നിങ്ങളുടെ ഗൈഡൻസിൽ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പോലും പ്രയോജനപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഇന്ന് പലരെയും പല രീതിയിലും ഒരു സമാധാനവും സന്തോഷമൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ ഒരു പവർഫുള്ളായ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആ ഒരു മാറ്റം കാണുന്നുണ്ട്. ചിലപ്പോൾ എല്ലാത്തിനെയും പേടിച്ച് നിന്ന് നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പവർഫുള്ളാവുന്ന ഒരു എനർജി വരുന്നുണ്ട്. മാത്രമല്ല, സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നൊരു ദിവസമാണ് കേട്ടോ. സാമ്പത്തികപരമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ, അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ വളരെ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സാമ്പത്തികം എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും നിങ്ങൾ ആ ഒരു സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു സമാധാനമൊക്കെ ലഭിക്കുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനൊക്കെ തുടങ്ങുന്ന, അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് ഇന്ന് നല്ല രീതിയിൽ സാമ്പത്തികം വന്നു പോകുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ലീഡർഷിപ്പ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു പദവി, നിങ്ങൾ ആ നിൽക്കുന്ന സിറ്റുവേഷൻസ്, ഏത് സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടുറപ്പോടുകൂടി
ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പവർ, നിങ്ങളുടെ ഒരു മെച്യൂരിറ്റിയോട് കൂടിയുള്ള ചിന്തകളോട്, പോസിറ്റീവായ ചിന്തകളോടൊക്കെ കൂടിയുള്ള ചില പ്രവൃത്തികളൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ മാറുന്നു. മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ അനുകൂലവും പോസിറ്റീവും ഡിവൈൻ സപ്പോർട്ട് ഉള്ളതുമാണെന്ന് മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു വെൽത്ത് എനർജിയുടെ ദിവസമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചൊരു പവർ ലോസിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കാര്യഗൗരവമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം നിസ്സഹായതയോടുകൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഒരു സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത അവസ്ഥ, അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഇപ്പോഴും മാനസികമായിട്ടൊരു പിരിമുറുക്കം നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിനെയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും. നിങ്ങളിലൊരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ക്യൂൻ ഓഫ് സോഴ്സ് ആണ് തൊട്ട് ചേർന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് ആണ്, ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി. നിങ്ങൾ കാത്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ, നിങ്ങൾ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. നിങ്ങൾ കാത്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഏറ്റവും കൂടുതൽ ഫോക്കസിങ് ചെയ്തത് ആ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുന്നു, പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്നു. മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചൊരു നല്ലൊരു ജഡ്ജ്മെൻറ്റിങ്, അതായത് ന്യായപൂർവ്വം മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ തെറ്റും ശരിയെയും ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി മാത്രം ആക്ഷൻ എടുക്കുന്ന വ്യക്തികളാണ്. ആരുടെയും മുഖം നോക്കി അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സഹതാപത്തോടു കൂടിയൊന്നും ഒരു കാര്യങ്ങളും ചെയ്യാതെ ന്യായപരമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നു. ചിലരെയൊക്കെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു എനർജി കണക്റ്റഡ് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും നോക്കുമ്പം ഒരു സ്ട്രോങ് ആയൊരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണ് കേട്ടോ. കരിയർ എനർജിയിലായിക്കോട്ടെ, മറ്റുള്ളവരൊന്ന് റെസ്പെക്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു നിയമപരമാകുന്ന ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി, അതുപോലെ നിയമം കയ്യിലെടുക്കാവുന്ന, അതായത് നിയമം നടപ്പിലാക്കേണ്ടതാകുന്ന ആ പൊസിഷനിലിരിക്കുന്ന വ്യക്തികൾ, അതുപോലെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ലഭിക്കുന്ന പൊസിഷനിലിരിക്കുന്ന, നിങ്ങൾ കരിയർ പാതയിലായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലായാൽ പോലും നിങ്ങൾ ഏറ്റവും ഇളയ ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് ഒരു റെസ്പെക്റ്റ് ലഭിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരനുസരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൈൻഡ് സെറ്റുള്ള, അല്ലെങ്കിൽ അതുപോലത്തെ സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ഏപ്രിൽ മാസക്കാരുടെയും അതുപോലെ നമുക്ക് ജൂൺ മാസക്കാരുടെയും മെയ് മാസക്കാരുടെയും ഒക്കെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നവംബർ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. മാർച്ച് മാസത്തിൻ്റെ എനർജി നമുക്ക് ഇന്നത്തെ റീഡിങ്സിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൻ്റെ എനർജി വന്ന് നിൽപ്പുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻസ് ഇതിനകത്തേക്ക് ഇന്നത്തെ ദിവസം, അതായത് നമ്മളിലേക്ക് കണക്റ്റഡ് ആകുന്ന ചില വ്യക്തികൾ പൂർണ്ണമായും സ്ഥിരമായി നമ്മുടെ വീഡിയോസ് കാണുന്നവരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു ആക്ഷൻ എടുക്കേണ്ട എനർജിയാണ് കേട്ടോ. അത് ഹെൽത്ത് ആൻഡ് വെൽത്ത് കാര്യങ്ങളിൽ ഒരു സെക്യൂരിറ്റി, മറ്റുള്ളവർ കൂടി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, ഒരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ന്യായപൂർവ്വം കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും, വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുന്ന വ്യക്തികളാണ്. മാത്രമല്ല നിങ്ങൾ പരിശ്രമിച്ച, നിങ്ങൾ ചലഞ്ചിങ് ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ ചില ഗുഡ് ന്യൂസുകൾ ഇന്ന് കേൾക്കാൻ പറ്റും. നിങ്ങൾ ഫോക്കസ് ചെയ്തതെല്ലാം ശരിക്കും പോസിറ്റീവായ കാര്യങ്ങളാണ്. അതൊരു ഫ്യൂച്ചർ സക്സസ് അല്ലെങ്കിൽ ഒരു പൂർണ്ണതയുള്ള, ചുറ്റുമുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. തടസ്സങ്ങളെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നു. അതുപോലെ നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യപ്പെടുന്നു. പൂർണ്ണമായിട്ടും വളരെയധികം പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ശരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് നടപ്പിലാക്കപ്പെടുന്നത്, നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്ന, സ്നേഹമായിക്കോട്ടെ മറ്റേന്തു ബന്ധമായിക്കോട്ടെ, ആ ബന്ധങ്ങളിലെല്ലാം നിങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്നവർക്ക് പോലും ഇന്നത്തെ ദിവസം ഒരു പോസിറ്റിവിറ്റിയാണ്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ലോട്ടറി ഭാഗ്യം എന്ന പോലെയൊക്കെ ഒരു ലക്കി എനർജിയൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്.
അതുപോലെ ഫാമിലിപരമായിട്ടൊക്കെ നോക്കുമ്പോഴും ഒരു അബണ്ടൻസിൻ്റെ ദിവസമാണ്. ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു സ്വരച്ചേർച്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നിടത്തൊക്കെ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി വന്നു ചേരുന്ന ദിവസമാണ്. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലരെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ കുറച്ചധികം ഇന്നത്തെ ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ പറ്റുന്നത് കുറച്ച് സ്ട്രെസ് റിലീഫിങ് എനർജിയാണ്. ഒരുപാട് നാളുകളായിട്ട് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന്, ഇനി സ്നേഹം പ്രണയബന്ധമായിക്കോട്ടെ, അതല്ലെങ്കിൽ റിലേഷൻ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗഹൃദ ബന്ധമായിക്കോട്ടെ, ഒരു സ്ട്രെസ് എനർജിയിൽ, കൺഫ്യൂഷൻ എനർജിയിൽ നിന്നിരുന്ന്, അതായത് ഒരു സംശയത്തോടു കൂടി ഒരു ബന്ധം പോസിറ്റീവ് ആണോ, ഈ വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നല്ലതാണോ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ നിലകൊള്ളാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതുപോലെ ചില വ്യക്തികളിൽ ഡബിൾ എനർജിയുടെ പ്രസൻസ്, ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും രക്ഷപ്പെടാൻ, അതായത് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നുണ്ട്, ഇമോഷണലി നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ ഒരു ബന്ധന അവസ്ഥയിലായിരുന്നു കാണും, ഒരു ട്രാപ്പ്ഡ് എനർജിയിലായിരുന്നു കാണും. നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഉരുകി ജീവിച്ചൊരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ ചതിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞിട്ടും ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റാതെ പോയ, മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നിങ്ങൾ ഒരുപാട് ഡൗൺ എനർജിയിൽ നിന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ആ ഒരു നെഗറ്റീവ് ആകുന്ന എനർജിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ സക്സസ്, നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ്സ് ഇരിക്കുന്നു. 4 പേര് അറിയാൻ പാകത്തിന് നിങ്ങളൊരു ഉയർച്ചയിലേക്ക് പോകേണ്ട വ്യക്തികളാണ്. അതായത് ഒരു സ്റ്റാർ എനർജിയിൽ നിൽക്കേണ്ട വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ. ഈ ഒരു ബന്ധന അവസ്ഥയിലായതുകൊണ്ട് നിങ്ങളുടെ വാല്യൂ നിങ്ങളും തിരിച്ചറിയുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ബ്ലെസ്സിങ്സ് ഒന്നും നിങ്ങൾക്ക് സ്വീകരിക്കാനും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അതുപോലെ നമുക്ക് കരിയർ പാതയിലേക്ക് നോക്കുമ്പം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത വ്യക്തികൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കരിയർ എനർജിക്ക് വേണ്ടിയിട്ട്, ഇനി ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നുവെങ്കിൽ, ഗവൺമെൻറ് ജോബിനെ സംബന്ധിച്ചും അതുപോലെ മറ്റേത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ കരിയർ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച്, ഇനി ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ്, ടീം വർക്കിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ അതിനകത്ത് എടുത്ത എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു കേട്ടോ. തുടർന്നിന് മുന്നോട്ടേക്ക് നിങ്ങളുടെ സമയമാണ്. കരിയർ എനർജിയിൽ കുറേ ആളുകളെ സംബന്ധിച്ച്, അതായത് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ചുമതലയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പേരൻസിനെയും മറ്റുള്ളവരെയും നിങ്ങളാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളിലൂടെയാണ് അവർ ജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ പാതയിലുള്ള ഈ ഒരു സക്സസ് പൂർണ്ണമായും നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരോടെങ്കിലും ഒരു ഇമോഷൻസ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും നിങ്ങളുടെ ഒരു ഇഷ്ടം തുറന്നു പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റിജക്ഷൻ എനർജിയാണ് കാണുന്നത്. പക്ഷേ അത് പോസിറ്റീവാണ്. പിന്നീട് അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഇമോഷൻസും, നിങ്ങൾ ആരോടെങ്കിലും ഒരു സ്നേഹം തുറന്നു പറയാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് റിജക്ഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് നിങ്ങൾ ആരിലാണോ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തിരിച്ചൊരു സ്നേഹം തരാൻ പറ്റുന്ന സിറ്റുവേഷൻസിലൂടെ അല്ല ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. ഒന്നെങ്കിൽ ആ ഒരു വ്യക്തി ഒരു സ്പിരിച്വൽ പാതയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മുന്നിൽ വന്ന പല കാര്യങ്ങളെയും റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അതല്ല എങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരുപാട്
ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ചില നഷ്ടങ്ങൾ, ചില ട്രാജഡി എനർജികൾ, പാസ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് ലഭിച്ച ചില നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളുടെ ആ ഒരു എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തെ അവർക്ക് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ അവർക്ക് മുഖം തിരിച്ച് നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നാളെ അത് നിങ്ങൾക്കുള്ള ഒരു എനർജി തന്നെയാണ്. അതായത് ഇന്ന് നിങ്ങൾക്കല്ലെങ്കിൽ അത് നാളെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നു ചേരും. അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമായിക്കോട്ടെ, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതുപോലെ നമുക്കിവിടെ കാണുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ വളരെയധികം ഒരു ആക്ഷൻ കാർഡിൽ, അതായത് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവാതെ പോകുന്നതിൻ്റെ ഫലമായിട്ട് ചില കാര്യങ്ങൾ, ചില സ്വപ്നങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ എൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് റീബർത്ത് എനർജിയിലേക്ക് റീസ്റ്റാർട്ട് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിലാണ് കേട്ടോ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ബന്ധങ്ങളിലായിരിക്കാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിലാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ പാതയിലാണെങ്കിലും നിങ്ങളുടെ ജോബ് ചെയ്യുന്ന ആ ഒരു പ്ലേസിലുള്ള വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. കുറച്ചൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു ക്ലിയറൻസ് കുറവിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി സംബന്ധമായിട്ടൊരു ചേഞ്ചിങ്ങോ ട്രാൻസ്ഫറോ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു വലിയ സക്സസ്സിലേക്ക് പോകും കേട്ടോ. മാറ്റത്തിലേക്ക് വരാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശയിൽ, അതായത് എല്ലാം അവസാനിപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് പുതിയ ഒരു ചേഞ്ചിങ് ഡിവൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഡിവൈൻ വെച്ച് തരുന്നുണ്ട്. അതായത് എല്ലാ റിസോഴ്സും ഫുൾനെസ് ആക്കി നിങ്ങൾക്ക് തരികയാണ്. ഇമോഷണലി ആണെങ്കിലും, ഫിനാൻഷ്യലി ആണെങ്കിലും, ഇൻ്റലക്ച്വലി ആണെങ്കിലും, കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട അതായത് ഭൗതികവും ആത്മീയവുമാകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു ഫുള്ളാക്കി നൽകുന്ന, അതായത് അത് പൂർണ്ണതയിലേക്ക് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് ഡിവൈൻ. തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും പോസിറ്റിവിറ്റിയുടെയും ടൈമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൂടി അതിനോടൊപ്പം പ്രവർത്തിക്കുക. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളതുപോലും ഉപേക്ഷിച്ച് ഒന്നും വേണ്ട എന്ന ആ ഒരു വിരക്തി എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്. മുന്നും പിന്നും നോക്കണ്ട, നിങ്ങൾക്ക് വലിയൊരു സക്സസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, നിങ്ങൾ ചേർത്തു പിടിച്ചിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ പോയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലും നമുക്കിവിടെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി, സെക്യൂരിറ്റി എനർജിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് കരിയറിലും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലും നിങ്ങളുടെ ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളിലുമെല്ലാം നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ പവർഫുൾ ആവുക എന്നാണ്. അതായത് നിങ്ങളുടെ മനസ്സ് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക, മുന്നോട്ടേക്ക് ഇറങ്ങി തിരിക്കുക, വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മൂൺ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ വ്യക്തികളുടെ ഉറക്കമില്ലാത്തൊരവസ്ഥ എന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്ന, അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻസ്. എത്ര കൊണ്ട് നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നു. അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഓവർ തിങ്കിങ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങളിൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ നെഗറ്റീവിനെ വലിച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻസ്, സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയൊക്കെ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് കാണുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുക കേട്ടോ. കാലം നിങ്ങൾക്ക് അനുകൂലമാണ്. അതുപോലെ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് കേട്ടോ. ലോട്ടറിയൊക്കെ എടുക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ആ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അതുവഴി
ഒരുപാട് ഹാപ്പിനെസ്സും സന്തോഷവും ഒരു മതിമറന്ന ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻസുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു കണ്ടുമുട്ടലിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയം വരുന്നുണ്ട്. സ്പിരിച്വൽ പാതയിലേക്കൊക്കെ പോകേണ്ടി വരുന്ന ചില സമയങ്ങളായി നിങ്ങളുടെ കൺട്രോളിങ് പവർ, നിങ്ങളുടെ ആ ഒരു കൺട്രോളിങ് പവർ നിങ്ങൾ തിരിച്ചറിയണമെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളെ ഒറ്റപ്പെടുത്തി കളയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം നിങ്ങൾക്കൊരു ആവശ്യമില്ലാതെ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു. നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഒരു ഒറ്റപ്പെടൽ ഒരു ജഡ്ജ്മെൻറ്റിങ് ആണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിജയത്തിൻ്റെ സമയമാണ്. ഒരു ഫെമിനിയൻ എനർജി നിങ്ങൾക്ക് സ്ട്രോങ് ആയ ഒരു ശത്രുതാഭാവത്തിൽ നിൽപ്പുണ്ട് കേട്ടോ. ഒരു ഫെമിനിയൻ എനർജി ഒന്നെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളതാവാം, കരിയർ പാതയിലുള്ള വ്യക്തിയാവാം, അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലുള്ള വ്യക്തിയാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ശത്രുതാഭാവം, അതായത് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വരുത്തുക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ കാലം അതിനെ എതിർത്ത് മാറ്റും. അതായത് ഒരു ടൈം പീരീഡ് വരുമ്പം നിങ്ങൾക്ക് ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.